ഹായ് ഹലോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കണ്ട ഇത് പേന, ഹീറോ പേനയാണ്. ഇന്നിപ്പോൾ ഈ പേന ഉപയോഗിക്കൽ വളരെ കുറവാണ്. പണ്ട് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നത്, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പേനയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇതും ഒരു കുപ്പി മഷി ഉണ്ടെങ്കിൽ ഒരു വർഷം സുഖമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം ഒരു പേന വാങ്ങുക, അങ്ങ് എഴുതുക, അങ്ങ് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്നത് ഇതിനകത്ത് മഷി നിറക്കണത് ഇതിങ്ങനെ തുറക്കുക, എന്നിട്ട് മഷി ഇങ്ങനെ എടുക്കുക. ഒരു തുള്ളി മതി. ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊള്ളണം അത്ര മഷി അതിനകത്ത് മഷി നിറച്ചിട്ട് നമ്മൾ എഴുതണണ്ട. ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതിക്കൊണ്ട് പോവുക. കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് കുറേയൊക്കെ കുറക്കാൻ പറ്റും ഇത് ഒരെണ്ണം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക പ്ലീസ്. ഹായ് ഹലോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇത് കണ്ട ഒരു പേന. പണ്ട് നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഈ പേനയാണിത്. ഹീറോ പേനയാണ്. ഇതിൻ്റെ അകത്ത് മഷി നിറച്ചിട്ടാണ്. ഹായ് ഹലോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കണ്ട ഇത് പേന, ഹീറോ പേനയാണ്. ഇന്നിപ്പോൾ ഈ പേന ഉപയോഗിക്കൽ വളരെ കുറവാണ്. പണ്ട് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നത്, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പേനയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇതും ഒരു കുപ്പി മഷി ഉണ്ടെങ്കിൽ ഒരു വർഷം സുഖമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം ഒരു പേന വാങ്ങുക, അങ്ങ് എഴുതുക, അങ്ങ് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് ഹീറോ പേനയാണ്. ഇതിൻ്റെ അകത്ത് മഷി നിറച്ചിട്ടാണ്. മഷി നിറച്ചിട്ട് നമ്മൾ എഴുതണണ്ട. ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതിക്കൊണ്ട് പോവുക. കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് കുറേയൊക്കെ കുറക്കാൻ പറ്റും ഇത് ഒരെണ്ണം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക പ്ലീസ്. ഹായ് ഹലോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇത് കണ്ട ഒരു പേന. പണ്ട് നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്നത് ഈ പേനയാണിത്.